വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് കുട്ടികൾക്ക് വളരെ ഇഷ്ടമായ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കിയാലോ. അതും വളരെ എളുപ്പത്തിൽ. നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായ പൊട്ടാറ്റോ ചിപ്സ്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കിയാലോ. വീഡിയോ മുഴുവനായി കാണാൻ മറക്കല്ലേ. ഞാനിവിടെ 4 ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കാം. മണ്ണൊക്കെ നന്നായിട്ട് പോകണം. കഴുകി വൃത്തിയാക്കിയ ഉരുളൻകിഴങ്ങ് ഒരു കോട്ടൺ തുണി വെച്ച് നല്ല പോലെ ഒന്ന് വെള്ളം ഒപ്പിയെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കുക. അപ്പം ഞാൻ ഉരുളൻകിഴങ്ങെല്ലാം നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പൊട്ടറ്റോ സ്ലൈസർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കാം. ഒരുപാട് കനം കുറഞ്ഞും അല്ലെങ്കിൽ കൂടിയും പോവരുത്. അപ്പം ഞാൻ പൊട്ടറ്റോ എല്ലാം നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിൽ വേണം സ്ലൈസ് ചെയ്തെടുക്കാൻ. ഇനി ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ എല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് എല്ലാം നന്നായിട്ടൊന്ന് പോകാൻ വേണ്ടിയാണ് നമ്മളൊന്ന് കഴുകിയെടുക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. കഴുകി സ്റ്റാർച്ച് കളഞ്ഞതിന് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് വെള്ളമെല്ലാം നന്നായിട്ട് ഒപ്പിയെടുക്കാം. ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് വെള്ളം ഒപ്പിയെടുക്കാം. അപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം.
എണ്ണ ചൂടാവുമ്പോൾ പൊട്ടറ്റോ സ്ലൈസ് ഇതുപോലെ ഓരോന്നായിട്ടിട്ട് വറുത്ത് പോരാം. ഒരുമിച്ച് വാരിയിട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഈ ബബിൾസ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒന്ന് ഒടിച്ചു നോക്കുമ്പോൾ നന്നായിട്ട് ഒടിയുന്നുണ്ടെങ്കിൽ കറക്റ്റ് പരുവമായി എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി വിതറി കഴിക്കാം. അപ്പോൾ see you with next video. Bye from Achu.